भाई ज़रा बताइए ना कैसा था फिल्म? फिल्म बहुत अच्छा है भाई, और हमारा बॉलीवुड का बहुत सारा हीरो है इस फिल्म में। कॉमेडी कैसा था? कॉमेडी बहुत शुरू से ही अच्छा है और लास्ट तक कॉमेडी है। हाँ। और हमारा बॉलीवुड का बहुत सारा हीरो है, हमको बहुत डांस अच्छा और लगा। ऐसा कैसा था? डांस कैसा था? डांस तो पहले जैसा नहीं था, कुछ इसमें नया था हाँ। और हमको इस फिल्म में कुछ नया देखने को मिला। परफॉर्मेंस कैसा था? समझा नहीं भाई। अक्षय सर का परफॉर्मेंस, अक्षय साहब। और उसका तो मेन हीरो वही है। हाँ। तो मैंने पहले वो- बहुत हाउसफुल सीरीज रिलीज हुआ है ना, हाउसफुल 2, 3 कंपेयर करो सब कैसा था? हाउसफुल 2 में बहुत बढ़िया था, इससे थोड़ा ज़्यादा कॉमेडी है, हाउसफुल 2 से ज़्यादा है इसमें, तो हमको बहुत अच्छा लगा। बहुत अच्छा था, सुपर। थोड़ा ये कॉमेडी अच्छा था, लेकिन वो जो डांस वगैरह था थोड़ा अच्छा नहीं था, उतना अच्छा नहीं था, लेकिन कॉमेडी बहुत अच्छा था और बहुत अच्छा था। हाँ, अच्छा है നൈസ്. എങ്ങനെയുണ്ട് പടം? ആ കോമഡി ഉണ്ടായിരുന്നു. പഴയ സീരീസിനെ വെച്ച് എങ്ങനെയുണ്ട്? ഇല്ല, ലൈക്ക് പഴയ കോമഡിയൊക്കെ ഉണ്ട്, പിന്നെ ഇത്തിരി ഓവറായിട്ടൊന്നും തോന്നിയില്ല. പെർഫോമൻസ് അക്ഷയ് കുമാർ അടിപൊളിയായിരുന്നു. ഒരു ശരിക്കും പറഞ്ഞാൽ 2 ഇതായിട്ടല്ലേ ഇറങ്ങുന്നത്, 2 ക്ലൈമാക്സ് ആയിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് ഇത്? ഇതിപ്പോൾ ഒരു പാർട്ടല്ലേ ഉള്ളൂ ഇപ്പോൾ, അപ്പോൾ അതിൻ്റെ അറിയത്തില്ല. നല്ല സിനിമയാണ്, ഒരു രസമുണ്ട്, കോമഡി ത്രില്ലറാണ്, പിന്നെ അതിൽ ക്രൈമും ഇൻവെസ്റ്റിഗേഷനും അങ്ങനെയൊക്കെ ഒരു തമാശയുടെ മേമ്പടിയോടുകൂടി കാണിക്കുന്നുണ്ട്. പിന്നെ എല്ലാം നമ്മുടെ ഇന്ത്യയിലെ പല ജനറേഷനുള്ള താരങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് കാണാൻ പറ്റിയ ഇതാണ്. പിന്നെ കുറേ കോമഡിയൊക്കെ ഏതൊക്കെയോ ഭാഷകളിലെ പല സിറ്റുവേഷൻ കോമഡി എല്ലാം കൂടെ കോപ്പി ചെയ്ത് ഇങ്ങനെ കണക്ട് ചെയ്ത് കാണും. മലയാളത്തിൽ നമ്മൾ ചിരിക്കുന്നുണ്ടോ? ചിരി ഉണ്ടാക്കുന്നുണ്ട്. കാരണം എൻ്റെ കൂടെ ഇരുന്ന് ഏകദേശം പേര് ഹിന്ദിക്കാരാണ്, അവർക്ക് ചിലപ്പോൾ ഒരു ഫ്രഷ് ആയിട്ടുള്ള കോമഡി ആയിട്ട് തോന്നുമായിരിക്കും, അവരെല്ലാം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കാണുന്നുണ്ട്. പിന്നെ നല്ല സിനിമയാണെന്ന് പറയുമ്പോൾ ഫുള്ളായിട്ട് സിറ്റുവേഷൻ കോമഡിയാണ് അധികം, പിന്നെ അല്ലാതെ വെർബലിലൊക്കെ കുറേ ഡബിൾ മീനിങ്ങും സംഭവങ്ങളൊക്കെയുള്ള കുറേ ഇതാണ്. ഒരു കണ്ടിരിക്കാം, മോശം പറയാനൊന്നുമില്ല. പിന്നെ ഹിന്ദി പ്രേക്ഷകരെങ്ങനെ എടുക്കുമെന്ന് അറിയാൻ പാടില്ല. പിന്നെ ഇനി എനിക്ക് ശരിക്കും ചേട്ടാ ഈ ഒരു ഹൗസ്ഫുള്ളിന് 2 ക്ലൈമാക്സ് ആയിട്ട് വരുന്ന ഒരു സംഭവം വരുത്താം, അവർക്ക് 2 അല്ല 5 ക്ലൈമാക്സ് ആണെങ്കിലും വരുത്താം, അങ്ങനത്തെ ഒരു കഥയാണ്. അതിൽ എത്ര ക്ലൈമാക്സ് വേണോ വരുത്താം, അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ആയിരിക്കും ഒരു ക്ലൈമാക്സ് ആണ് ഇപ്പോൾ എ പാർട്ടാണ്, അല്ല ഇനി ബി ഉണ്ടെന്ന് പറയുന്നത്, അതിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം ക്ലൈമാക്സ്. എന്തായാലും എങ്ങനെയുണ്ട് ശരിക്കും ഇപ്പോൾ ഹിന്ദിക്കാർക്ക് ശരിക്കും അവർക്ക് ഹിന്ദിക്കാർക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ മസാലകളും എല്ലാ ചേരുവകളും എല്ലാം ചേർന്നിട്ടുണ്ട്. പിന്നെ ഒരു കുറേ ഉണ്ടല്ലോ ഹൗസിൻ്റെ പഴയ പാട്ട്, അതൊന്നും ഒട്ടും മോശമൊന്നുമല്ല, അതേപോലെ നല്ലൊരു എൻ്റർടൈനറാണെന്ന് വേണമെങ്കിൽ പറയാം. കോമിക്കാനുണ്ട് നല്ല മൂവി. ഹിന്ദിക്കാർ ഒരുപാട് ഉണ്ടായിരുന്നു, നോർത്ത് ഇന്ത്യൻസ് ഒരുപാട് ഉണ്ടായിരുന്നു, അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കാണുന്നതാണ്. ഹൗസ്ഫുള്ളിന് ശരിക്കും ഹൗസ്ഫുൾ ആയിരുന്നു? അല്ല, ഹൗസ്ഫുള്ളല്ല, ഒന്നാമത് ചെറിയ തിയേറ്ററായിരുന്നു, അതിൻ്റെ ഒരു നല്ലൊരു ഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ബാക്കിയുള്ള തിയേറ്ററിലെ കാര്യം അറിയില്ല. ഈ പറഞ്ഞ പോലെ പിന്നെ 2 ഭാഗമുണ്ടല്ലോ, എയും ബി എന്നും പറഞ്ഞ ക്ലൈമാക്സ് തന്നെ. ഇപ്പോൾ കണ്ടതേ ഇതിന് ഇനി മറ്റേതിൽ ഇനി എന്താണെന്ന് കാണിച്ചു കൂട്ടിയിട്ടുള്ളതെന്ന് അറിയാൻ പാടില്ല. ശരിക്കും ഇവിടുത്തെ ആളുകൾ കണക്ട് ആവും? ഇവിടുത്തെ മലയാളിക്ക് എന്തായാലും കണക്റ്റ് ആവില്ല, നമുക്ക് ഇതിനെക്കാട്ടിയും വളരെ മികച്ച നല്ല കോമഡി സിനിമകൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്കത്ര ഇതായിട്ടൊന്നും തോന്നില്ല. നമുക്ക് ചിലപ്പോൾ ഇക്ലിയാക്കിയ ചിരിക്കുന്ന എന്നുള്ള ആ ടൈപ്പൊക്കെ നമുക്ക് തോന്നും, പക്ഷെ അവരെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു പക്ഷേ രസിക്കായിരിക്കാം. എന്ന് പറയാൻ ഹൗസിൻ്റെ അതിന് മുമ്പുള്ള പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഡെഫിനറ്റ്ലി ഈ സിനിമ ഇഷ്ടപ്പെടും. ഇത് കോമഡിയാണ്, മറ്റേത് പുള്ളിയുടെ ഈ ഇടയ്ക്കിറങ്ങിയൊക്കെ സീരിയസ് ആയിട്ടുള്ളതായിരുന്നു, അതിൽ വേണമെങ്കിൽ പെടുത്താം. പിന്നെ ഹൗസിൻ്റെ മുൻ പാട്ടുകളൊക്കെ പലതും സാമ്പത്തികമായിട്ട് വിജയമായിട്ടുള്ള സിനിമയല്ല, അതുപോലെ ചിലപ്പോൾ വിജയിച്ചേക്കാം.